രാവിലെ എളുപ്പത്തിലൊരു സ്നാക്സ് ആക്കിയതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് നന്നായി വാട്ടിയെടുത്ത് ഉള്ളിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ചേർത്തിന്. പച്ചമുളക് വെളുത്തുള്ളി ഇവയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചതാണ്. അപ്പോൾ അതൊരു വിസിൽ അടിച്ചാണ് വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും. മസാലകളായിട്ട് ഞാൻ അധികം മസാലകളും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടാ. നിങ്ങൾക്ക് നല്ലോണം എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളകൊന്നും ഇടാഞ്ഞിന്. അതെല്ലാം ഒരു വക ആയതിന് ശേഷം മല്ലി ഇലയും കൂടി ചേർക്കുക. എന്നിട്ട് അവിടെ അടച്ചാണ് വെക്കുക. ഇനി ഞാനെന്നാ പണിയെടുത്തതെന്ന് വെച്ചാൽ കുറച്ച് മൈദ, അതായത് ഒരു 3-4 സ്പൂണ് മൈദ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി വെച്ച്, അതായത് ബ്രെഡ് കൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഒട്ടിച്ച് വെക്കണമല്ല, അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമായിരുന്നു. അധികം എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ, പിന്നെ തീരെ വയ്യ. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയത് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തു കൊണ്ടുവന്ന് ഞാൻ ആദ്യം അത് ചെയ്ത മെത്തേഡെന്ന് വെച്ചാൽ കുറച്ച് നനച്ചിട്ട് ചപ്പാത്തീൻ്റെ പരത്തുന്ന സംഭവം ഉപയോഗിച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്ത് അതിൽ മസാല തേച്ച് എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് കോളായിപ്പോയി. തെച്ച് പൊട്ടി താഴെ വീണതിന് ശേഷം ഞാൻ എന്ത് പണിയെടുത്ത് ആ മസാലയും മുട്ടയും മാത്രം മാറ്റി ആ ബ്രെഡ് ഞാൻ കളഞ്ഞു. തീരെ കൊള്ളില്ലായിരുന്നു. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബ്രെഡിൻ്റെ മുകളിൽ മസാലയും മുട്ടയും ചേർത്ത് പിന്നെ സൈഡെല്ലാം മൈദേൻ്റെ ആ മിക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് പിന്നെ ഒട്ടിച്ച് വെച്ചിട്ട് മൈദ ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ കോട്ട് ചെയ്തു. എന്നിട്ട് ഫ്രൈ ചെയ്തപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടണോ വേണ്ടിയോ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, സ്നാക്സിന് കൊടുത്തയക്കണ്ടേന്ന് വെച്ചിട്ട് എന്നാൽ ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആക്കിയൊരു ഇതാണ്. പക്ഷെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമായിന്. അപ്പോൾ കുട്ടികൾ അത് നല്ല ഇഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ സ്കൂൾ പോകുന്നതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു. അതായത് കഴിക്കൂലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടുവെത്തണമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടമായിനെ. അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിന്. അപ്പോൾ സൗണ്ടില്ല, അതാണ്. ഓക്കെ.